ഹായ്, ഞാൻ ഡോക്ടർ താര, കൺസൾട്ടൻറ്റ് ഓബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്. സാധാരണ രീതിയിൽ നമ്മുടെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, പീരിയഡ് മിസ്സായതിനു ശേഷം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതിനു ശേഷം ആണ് നമ്മൾ ആദ്യത്തെ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്കാന് എപ്പോൾ ചെയ്യണമെന്നുള്ളത് ഒരു വലിയ സംശയമാണ്. റെഗുലർലി നമ്മൾ പറയുന്നത് ഒരു 6 to 7 വീക്സിൻ്റെ ഇടയിലാണ് നമ്മൾ ആദ്യത്തെ സ്കാൻ ചെയ്യാൻ പറയുന്നത്. കാരണം അന്നേരത്തേക്കും ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ ഫോം ആകാനും ലൊക്കേഷനൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകാനും അത് സഹായിക്കും. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു 4 വീക്സ് അല്ലെങ്കിൽ 5 വീക്സിൽ തന്നെ ഹോസ്പിറ്റലിൽ വരുന്നവരോട് നമ്മളൊരു 6 to 7 വീക്സിൻ്റെ ഇടയിൽ ഒരു ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വരാൻ പറയുന്നത്. അന്നേരം നമ്മൾ അവരോടൊരു കോഷൻ പറഞ്ഞു കൊടുക്കുന്നത്, ഇൻ കേസ് അവർക്ക് സിവിയർ ബാക്ക് പെയിനോ അടിവയറ്റ് വേദനയോ തലകറക്കുന്ന പോലെയോ പെട്ടെന്നൊരു വേദനയും ഛർദിലും തലകറക്കോ അങ്ങനെ എന്തെങ്കിലും വരുവാണ്, അല്ലെങ്കിൽ ഒരു സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ ആ 6 to 7 വീക്സ് ആകാൻ വെയിറ്റ് ചെയ്യേണ്ട എന്ന് ബുദ്ധിമുട്ട് തോന്നിയ ഉടനെ എമർജൻസി ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് സ്കാൻ ചെയ്യണം. കാരണം എക്ടോപിക് പ്രഗ്നൻസി എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. നമുക്ക് പ്രഗ്നൻസി യൂഷ്വലി യൂട്രസിൻ്റെ ഉള്ളിലാണ് വന്ന് അത് ഡെപ്പോസിറ്റ് ആകേണ്ടത്, ഇംപ്ലാന്റേഷൻ വരേണ്ടത്. പക്ഷെ ചില കേസസിൽ ട്യൂബിലോ ഓവറിയിലോ വേറെ പല സ്ഥലങ്ങളിലായിട്ട് പ്രഗ്നൻസി വരാം. ട്യൂബൽ പ്രഗ്നൻസിയാണ് നമ്മൾ കോമൺ ആയിട്ട് എക്ടോപിക്കിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ട്യൂബിനകത്ത് പ്രഗ്നൻസി വരുമ്പോൾ അത് റപ്ചർ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ റപ്ചർഡ് ആയാൽ പിന്നെ അത് എമർജൻസി ആയിട്ട് തന്നെ സർജറി ചെയ്യേണ്ടി വരുന്ന ഒരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 7 വീക്സ് ആകാനൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് വന്ന് സ്കാൻ ചെയ്ത് നോക്കണം.